നീ അച്ചുവിന്റെ സിപ്പപ്പ് തട്ടിപ്പറിച്ചാൽ അവന്റെ അമ്മ നിന്നെ നിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി കേട്ടല്ലോ. ആ പേട്ട് ഇറക്കുവാണെങ്കിൽ അതൊന്നും പറഞ്ഞ അമ്മയോട് പറഞ്ഞു കൊടുക്കല്ലേ, അമ്മയോട് പറഞ്ഞു കൊടുക്കല്ലേ എന്ന്. ഇപ്പൊ എന്ത് വെച്ചാൽ പണ്ടത്തെ പോലെ പിള്ളേർക്കൊന്നും ഇനി ഒരു വിലയില്ല. ഇതൊക്കെ എന്നെ പോലെ നൈസായിട്ട് ഇവിടെ എന്തോ കള്ളക്കല്ലാണ് നീ കളിക്കുന്നേ. എന്റെ മൂവല്ലേ ഇത്? ഇതാണ് നിന്റെ പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൈസായിട്ട് ഡീൽ ആയില്ല. നീ എന്തൊക്കെ ആയിക്കോട്ടെ. എന്തോ സാധനം നീ എവിടെ പോ? പോവാ. കടയിലോ? പോകില്ലെന്താ? നീ കൈ പിടിക്കുന്നത് എന്തിനാ? വീട്ടിൽ അമ്മ സാധനം മേടിക്കുന്ന പൈസയാ. സാധനം വാങ്ങിക്കുന്ന പൈസയാ. എന്ത് സാധനം? വീട്ടിലേക്കുള്ള സാധനം. നീയേ അണ്ണന്മാർക്ക് 2 സിപ്പപ്പും കൂടെ മേടിച്ചോണ്ടോ കേട്ടോ. നീ വരുമ്പോ സിപ്പൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ തുമ്പിക്കൈ ഗണേശൻ ആരാന്ന് നീ അറിയും കേട്ടാ. പോ. ഇതാണ് നീ നൈസ് എടാ അവൻ സാധനം മേടിച്ചോണ്ടോ ഞാൻ കാണിച്ചു തരാം. നൈസ് ഡീൽ അല്ല. നിന്റെ പോലെ മറ്റേ അമ്മച്ചി വീട്ടിൽ കെട്ടിയിട്ടൊന്നും ആവില്ല. നേരം കൂടി ഇല്ല. എന്തിന് നിനക്ക് കള്ളക്കളി നിനക്ക് ജയിക്കാനോ? ഞാനില്ല നിന്നോട് കളിക്കാൻ. നീ തന്നെ കളിച്ചത്. തുമ്പിക്കൈച്ചോടെ നിൽക്കുന്നതോ ഒളിപ്പിച്ചേക്കാം. ഭയങ്കര വീട് അങ്ങോട്ട് മാറിയില്ല. ഞങ്ങൾ സിപ്പൊക്കെ നീ പൊത്തിപ്പിടിക്കുന്ന എന്തിനാ? എന്തുവാ നീ അപ്പൊ കട കുത്തി തുറന്നെടുത്താണോ? മോൻ കള്ളത്തരം പറഞ്ഞ എന്തിനാ? മോനെ തുമ്പിക്കൈ ഗണേശനെ അറിയത്തില്ല കേട്ടാ. മോൻ വീട്ടിൽ പോ. വീട്ടിൽ പോ. വീട്ടിൽ പോ. ഓടാ. ദേശത്തിൽ നടന്നായിരുന്നു. രണ്ടവന്മാരെ ലേസ് തട്ടി പറിച്ചു. എനിക്ക് അവന്മാരെ ഇടിക്കണം. എൻ്റെ അടുത്ത് ഒരാളുണ്ട്. ഗുണ്ടാളെ ഇടിച്ച് മൂക്ക് തത്തമ്മയുടെ മോനാണ്. ആളുടെ പേര് തത്തമ്മ രാജു. രണ്ടുപേരും ഇവന്റെ ലേസ് എടുത്തോണ്ട് പോയി. അവന്മാരെ ഇവനെ തല്ലണം. സ്കൂളിന്റെ അവിടെ അറിയാൻ പോണേ. $8 രൂപയുടെ കാറ്റും 2 രൂപയുടെ ലേസ്. പക്ഷെ വന്ന് ലേസിനകത്ത് വരെ മായം. എന്തോ ചെയ്യൂടെ ഇപ്പം? എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ. നീ അണ്ണയെ പറഞ്ഞ മനസ്സിലായി. ഞാൻ വക്കീലായിട്ട് വരാം. നീയാണോ പിള്ളേരുടെ ലേസ് അണിച്ചു വേണ്ടി?